ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. UDF കൺവീനർ അടൂർ പ്രകാശിനെയും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും SIT ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. അതിനിടെ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെ SIT കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാരംഗ് സുധാകരനും S വിനീഷും ചേരുന്നു. ആദ്യം സാരംഗിലേക്കാണ്. സാരംഗ്, നേരത്തെ തന്നെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒന്നിച്ചുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഈ അടൂർ പ്രകാശാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചതെന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് കരുതി മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടോ എന്നറിയണം. എന്തായാലും സാരംഗിലേക്ക് പോകും മുൻപ് S വിനീഷിലേക്കാണ്. വിനീഷ്, തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുണ്ട്. അടുത്തയാഴ്ച പരിഗണിക്കും. അതിനിടെ SIT കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമെന്ന് വ്യക്തമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ടോം, തിങ്കളാഴ്ചയാണ് ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അതിന് മുന്നായിട്ട് തന്നെ SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്ത്രിക്ക് ജാമ്യം നൽകരുത് എന്നാണ് കൃത്യമായി തന്നെ പറയുന്നത്. അതുപോലെ തന്നെ തന്ത്രിയുടെ ഗൂഢാലോചനകൾ തെളിയിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ ഉണ്ട് എന്നും അനുജ്ഞ അടക്കമുള്ള തെളിവുകൾ ഉണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ തന്ത്രിക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റായ ഇതാണ്. അതായത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്ത്രിക്ക് ചികിത്സ ലഭ്യമാകുന്നുണ്ട് എന്നതടക്കം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ SITയോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ SIT കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. തന്നെയല്ല, ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കൽ ജാമ്യം ലഭ്യമാകരുത്, ജാമ്യം കൊടുക്കരുത്. ജാമ്യം ലഭ്യമാകുകയാണെങ്കിൽ കേസ് അട്ടിമറിക്കാൻ വലിയ സാധ്യത നിലനിൽക്കുന്നു എന്നതടക്കമാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും തിങ്കളാഴ്ചയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കുന്നത്. ദ്വാരപാളി കേസിലും കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലുമാണ് ഈ രണ്ട് ജാമ്യാപേക്ഷയാണ് തന്ത്രി സമർപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയാകും ഇത് പരിഗണിക്കുക. എന്തായാലും SITയുടെ റിപ്പോർട്ടും പ്രകാരം തന്ത്രിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. അതിനിടെ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി. N വിജയകുമാർ പ്രധാന പ്രതിയാണ് ഈ കേസിൽ. ഇന്ന് റിമാൻഡ് കാലാവധി തീർന്നതോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് N വിജയകുമാറിനെയും കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ടോം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനുള്ള ഈ അന്വേഷണ സംഘത്തിൻ്റെ ഈ ഒരു മെല്ലപ്പൊക്ക സമീപനം മറ്റ് പ്രതികളിലേക്കും രക്ഷപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരം ആശങ്കകളൊന്നും തന്നെ ഉണ്ടാകേണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് SITക്ക് വലിയ ആശ്വാസകരമാണെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ പ്രധാന പ്രതികളടക്കം ഇനിയും പുറത്തിറങ്ങാനുള്ള പ്രതികളുണ്ട്. പക്ഷേ അവർക്ക് ഈ സ്വാഭാവിക ജാമ്യം കിട്ടാൻ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് തന്ത്രിയെ സംബന്ധിച്ച് സ്വാഭാവിക ജാമ്യത്തിനായിട്ട് ശ്രമിക്കാൻ ഇനിയും കുറച്ച് നാളുകൾ വേണ്ടി വരും. പക്ഷേ എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തും അതുപോലെ തന്നെ ആചാര ലംഘനം നടത്തിയിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തിനായി ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള വലിയ സാധ്യതകൾ ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അരിജ്ഞ അടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നതും ടോം. വിനീഷ്, എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ ഓരോ പ്രതികളും ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ്. ഇതുവരെയും കുറ്റപത്രം SIT സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്.
പുതിയതായി ഏതെങ്കിലും പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? നിലവിൽ തന്ത്രിയാണ്, ഞാനിപ്പോൾ സൂചിപ്പിച്ച തന്ത്രി മാത്രമാണ് ജാമ്യത്തിനായി ശ്രമിച്ചിരിക്കുന്നത്. തന്ത്രിക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തന്ത്രി കോടതിയെ സമീപിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ നിരപരാധിയാണ് എന്നതടക്കമാണ് ഈ ജാമ്യാപേക്ഷയിൽ തന്നെ പറയുന്നത്. പക്ഷേ ഇതിനെയെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കോടതി പറഞ്ഞു അങ്ങനെയെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് കൃത്യമായി വിശദീകരണത്തോട് തന്നെയാണ് SIT റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, തന്ത്രിക്ക് ചികിത്സ ലഭ്യമാകണമെന്ന് ഉണ്ട്. ആ നിർദ്ദേശപ്രകാരമാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള മെഡിക്കൽ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി ഈ മെഡിക്കൽ രേഖകളെല്ലാം തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷമാകും തിങ്കളാഴ്ച തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.